സാറേ ഒരു സെക്കൻഡ്. ഓ അല്ല നിക്കൂട്ടോ, പോരാം. ഇവിടെ അടുത്ത് നിൽക്കുക. എന്താ കാര്യം? സാറിനെ കാണാൻ ഒരു കൂട്ടുകാരൻ. എന്താ കോള്? തുടങ്ങാൻ പറയട്ടെ. താനൊരു കാര്യം ചെയ്യാ, അയാളെ ഒന്നും കൊണ്ട് വിളിക്ക. ഓരോരോ കിറുക്കുകൾ. ഇപ്പൊ അങ്ങനെയൊക്കെ കമ്പ ഇവനാ. ഈ പോക്ക് പോയാൽ ശരിയാവില്ല. എന്തു വേണം? സാറ് വരാൻ പറഞ്ഞിരുന്നു. എന്താ പേര്? അച്യുതൻ, അച്ചുമാരാന്ന് പറയും. ഓ, അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മാരാരിയോടെ വരുമെന്ന്. അദ്ദേഹം ഇപ്പോ വലിയ തിരക്കിലാ. ഇപ്പൊ കണ്ടാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. മാരാർക്ക് ധൃതിയൊന്നുമില്ലല്ലോ. എനിക്കിപ്പോ എന്താ ധൃതി? എങ്കിൽ വീട്ടിൽ ചെന്ന് കാണുന്നതാവും ഭംഗി. അതാവുമ്പോ സൗകര്യമായിട്ട് ലോഹ്യവും പറയാം. മാരാരൊരു കാര്യം ചെയ്യും, ഈ സാധനം ഇവിടെ വെച്ചോളൂ. വൈകിട്ട് ഒരു 5 മണിക്ക് ഇങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ പോവുകയും ചെയ്യാം. എന്താ അതുപോലെ? ധാരാളം. എടോ, ഇത് വാങ്ങിച്ചു വയ്ക്കാം. അല്ല അപ്പോ മാരാർ 5 മണിക്ക് ഇങ്ങോട്ട് വന്നോളൂ. തന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഈ വക കക്ഷികളെ എന്നോട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോയാലുണ്ടല്ലോ, ഞാനൊന്നും പറയണില്ല. പണി വേറെ അന്വേഷിക്കേണ്ടി വരും. പൊക്കോളാം. പിള്ളസാറിന്റെ കൊച്ചമ്മ തന്നെയാ ചേച്ചി എന്നെ ഇവിടെ ആക്കിയത്. ഒരു 5-6 മാസം ഞാൻ നിന്നു കേട്ടോ. പിന്നെ നിവർത്തിയില്ലാണ്ടായി. ഭാര്യയും ഭർത്താവ് മൂക്കറ്റം കുടിക്കും, പിന്നെ വഴക്കാ. അങ്ങേര് മിക്കവാറും ടൂറില്ല. ചില സാറുമാരൊക്കെ വന്നു പോവും. ഞാനതൊന്നും കണ്ടു നടിക്കാറില്ല. അല്ല, നമുക്ക് നമ്മുടെ ജോലി നോക്കിയാ പോരെ. അവരൊക്കെ വലിയ ആൾക്കാര്, എന്തൊക്കെയോ നടക്കണു. എത്ര കണ്ടില്ല നടിച്ചാലും അവർക്ക് ചിലപ്പോ കണ്ടോന്നൊരു സംശയം. എന്നിട്ട് എന്റെ മേക്കിട്ട് കയറി. ബേബി, ആ ഫ്രിഡ്ജിലെ കുപ്പിയെല്ലാം കാലിയാ. വെള്ളം നിറച്ചു വെക്ക്. വെള്ളം ഉണ്ടല്ലോ ചേച്ചി? ഇല്ല, 3-4 കുപ്പികൾ കാലിയാ. ഓ, ഇതാണ് വീടല്ലേ? വർമ്മ സാറല്ലേ? ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. ഇന്ന് ക്ലബിൽ കണ്ടില്ലല്ലോ. ഞാൻ ആ കുട്ടിയെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, then see you. എന്തിന്റെ അസുഖ? അത് ഇതിന്റെ ഒക്കെ വലിയ വിദ്വാനാണെന്നാ കേൾക്കണത്. എന്ത് വിദ്വാനായാലും ചെവിതല കേൾക്കണ്ടേ ആൾക്കാർക്ക്? എന്തൊക്കെയായാലും കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ടേ. എനിക്കൊരു സുഖം തോന്നുന്നില്ല. ഹലോ, യെസ്, 1 സെക്കൻഡ് പ്ലീസ്. അയ്യോ, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി. ആരാ? കൽക്കട്ടന്ന് ചെയർമാനാ. കൽക്കട്ടന്ന് ചെയർമാനാ. ഹലോ, ക്ലിയർ സാർ. നിർത്ത. ഹലോ, വർമ്മ ഹിയർ. ഓക്കെ സാർ.
ഹലോ ആ അതെ 10 മിനിറ്റ് ലേറ്റാണല്ലോ. ആ ഞാൻ ഡ്രസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാരി എടുക്കണോന്ന്. ഏയ് അതൊന്നുമല്ല. കാർ അയക്കുമല്ലോ. ശരി. ആരാ ചേച്ചി? അതിന്റെ ജസ്റ്റ് മിനിറ്റ്, നമ്മളൊരു പാർട്ടിയാ. ഹലോ ഹലോ. ഒറ്റയ്ക്കേ ഉള്ളൂ? സാരി സെലക്ട് ചെയ്യാണോ? 1-2 സാരി വേണം. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പാണ്. രാധേ, ആ സാരി ഒന്ന് എടുത്തേ. ദേ, ഇത് നന്നായിരിക്കും. ഇതിഷ്ടമായില്ലേ? ശാന്തേ, മതി മതി, ഇതിന്ന് എടുത്തോളാം. ഇത് നന്നായി ചേരും. നോക്കൂ, ഇറ്റ് വിൽ മാച്ച് യുവർ കോംപ്ലക്ഷൻ. ഇതെടുത്തോളൂ. എന്റെ ഗിഫ്റ്റ് ഒന്നുമല്ല, സെലക്ട് ചെയ്തേ ഉള്ളൂ. ഈ 2 സാരി പാക്ക് ചെയ്തോളൂ. ബ്ലൗസ് പീസ് വേണ്ടേ? വേണ്ട, ബില്ല് എഴുതിക്കോളൂ. ഒന്ന് എളുപ്പെടുത്തേ. ഹലോ. അയ്യോ, എപ്പത്തി? ആ എത്താം, വൈകില്ല. ആ ശരി ശരി. എന്റെ അമ്മ വന്നിട്ടുണ്ടത്രേ. 365 ദിവസവും യാത്രയാ. കുറച്ചു ദിവസം എൻ്റെ കൂടെ, കുറച്ചു ദിവസം പെങ്ങാമാരുടെ കൂടെ, പിന്നെ ഏട്ടൻ്റെ കൂടെ. അങ്ങനെയാ. വന്നാ പിന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനാ. പുള്ളിക്കാരത്തിയുടെ ചിട്ടവട്ടങ്ങളൊക്കെ വീട്ടിൽ നടപ്പാക്കിയിട്ടേ പോവൂ. താങ്ക് യു. കുടിക്കൂ. നിങ്ങളുടെ പേര് ചോദിച്ചില്ല. എന്താ പേര്? മിസ്സിസ് പിള്ള. ഞാൻ ജാതിയല്ല ചോദിച്ചത്, പേരാ. അമ്മേ, അത് മിസ്റ്റർ പിള്ളയുടെ ഭാര്യ മിസ്സിസ് പിള്ള എന്നാ പറഞ്ഞത്. അത് മനസ്സിലായി, എന്നാലും ഒരു പേരുണ്ടാവുമല്ലോ, അതാ ചോദിച്ചത്. കാർട്ടേനിയമ്മ. ഹായ്, ഇത്ര നല്ല പേരുണ്ടായിട്ടാ നിങ്ങൾ ഈ മിസ്സസ് പിള്ള കുസസ് പിള്ള എന്നെല്ലാം പറയണത്. ഭഗവതിയുടെ പേരല്ലേ? നല്ല ഐശ്വര്യമുള്ള പേര്. തറവാടികളുടെ പേരല്ലേ? തറവാട് മഹിമയൊക്കെ നാട്ടിൻപുറത്തല്ലേ. സിറ്റിയിൽ അതൊക്കെ പറഞ്ഞു നടന്ന ആര് കേൾക്കാൻ? സിറ്റിയിലെ സാഹചര്യത്തിനനുസരിച്ച് ചില ചേഞ്ചസ് പേരിലും വരുത്തണം. മിസ്സസ് പിള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ അറിയും. അപ്പൊ ഈ കുട്ടി എന്ത് പിള്ളയാ? ഈ കുട്ടിയുടെ പേര് പ്രീതാന്നാ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? എന്താ അമ്മേ, കണ്ടാലറിയില്ലേ? ഇല്ല. കുടിക്കൂ. ആ അല്ല, ഇറങ്ങായോ? ഇത്തിരി ധൃതിയുണ്ട്, പിന്നെ വരാം. അമ്മയെ പരിചയപ്പെട്ടല്ലോ അല്ലേ? ഉവ്വ്. എന്താ മിസ്സസ് പിള്ള വലിയ സുഖമില്ലാണ്ടാണല്ലോ പോയേ? അമ്മ അവര് വെറുതെ ഒന്ന് ചാടിക്കായിരുന്നു. എനിക്ക് ആ സ്ത്രീ ആ പെണ്ണിനെ ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ടാ പേര് വെച്ച് ഞാനൊന്ന് കളിയാക്കിയത്. മോള് പോയി കാപ്പി എടുത്തുണ്ടോ? നിങ്ങൾ കൽക്കട്ടെ പോയാ പിന്നെ പാട്ടും കേട്ടിട്ടില്ല, കൊട്ടും കേട്ടിട്ടില്ല.
തന്റെ ചേട്ടൻകാരനോടെ മോള് ചാരത പാട്ട് പഠിക്കണ്ടെന്നൊക്കെയാ പറയണത്. ആരെങ്കിലും കേൾക്കാനിരുന്നാ അവക്ക് പാട്ട് വരില്ല. നാണാത്രേ. गिरिराजनन्दिनी गजमन्तगामिनी लीलारविन्दं चुम्बिचु निल्कुं गिरिराजनन्दिनी गजमन्तगामिनी लीलारविन्दं गिरिराजनन्दिनी गजमन्तगामिनी लीलारविन्दं गिरिराजनन्दिनी गजमन्तगामिनी लीलारविन्दं ഈ പരസ്യമായി തൊടുക എന്ന് വെച്ചാൽ അതൊരു തന്ത്രമാണ്. അതാകുമ്പോ നമ്മൾ ദുരുദ്ദേശപരമായി തൊട്ടതാണെന്ന് പാർട്ടിക്ക് സംശയം തോന്നുകയേയില്ല. എന്നാലോ സ്പർശന സുഖം കൊണ്ട് പാർട്ടിക്ക് ചില ദുരുദ്ദേശങ്ങൾ തോന്നുകയും ചെയ്യാം. മനസ്സിലായോ? എന്തോ മനസ്സിലായി. അതൊക്കെ മനസ്സിലായ ആശാനെ. വേഗം പറ പ്രദീപേ, നേരം പോണ് തന്തപ്പടി അന്വേഷിച്ചു വരും. പറയടാ, അവന് മുടക്കാശെങ്കിലും ഒരാട്ടെ. അങ്ങനെ ആദ്യം തൊടുമ്പം ഒരു പരിഭ്രമം, രണ്ടാമത് തൊടുമ്പം അറിഞ്ഞില്ലെന്ന് നടിക്കും, മൂന്നാമത് തൊടുമ്പം അടുത്ത പടി ആരുമില്ലാത്തടത്ത് വെച്ച് കാണാനും സംസാരിക്കാനും ഒരവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കങ്ങ് തൊടല്ലേ? ഒറ്റയ്ക്ക് പെടാനുള്ള അവസരം അവരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് തൊടാം. തൊട്ടില്ലെങ്കിലാ കുഴപ്പം. അത് ശരിയാ. അവര് കരുതും നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളൂല്ല. നേരെ മറിച്ച് നമ്മളാണ് ഒറ്റയ്ക്ക് കാണുവാനുള്ള അവസരം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വളരെ മാന്യമായി നിന്നു കൊടുക്കണം. അടുത്ത തവണ ഒറ്റയ്ക്ക് കിട്ടുമ്പോ തൊടല്ലേ? അപ്പോ സംസാരത്തിൽ ഈ വിഷയമൊന്ന് സൂചിപ്പിച്ചു നോക്കണം. ഒന്ന് വെറുതെ ഇരി പ്രദീപേ. ആരെങ്കിലും കാമുകിയോട് ഈ വക കാര്യങ്ങൾ തുറന്നു പറയോ? പിന്നെ അവൾ മുഖത്ത് നോക്കുവോ?
എടാ ഇത് നിന്റെ ഈ പീക്കിരി പിള്ളേരെ പ്രേമിക്കുന്ന കാര്യമല്ല പറയുന്നത്, പരഭാര്യമാരെ കൈകാര്യം ചെയ്യുന്ന രീതിയാ. അവൻ ഈ സെക്കൻഡ് ഹാൻഡ് തിയറിയിലാണല്ലോ PhD. നീ പറ പ്രതിഭ. പിന്നെ 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 സന്ദർഭത്തിനനുസരിച്ച് കയറി അങ്ങ് പെരുമാറുക, അത്ര തന്നെ. അറിയസി അല്ല, അന്തപ്പടി അന്വേഷിച്ചു വരും. അയ്യോ, ചെല്ല്, ഇത്രയൊക്കെ കേട്ടതല്ലേ, ചെന്നിട്ട് ചില ചില്ലറ പണികളും കാണുമല്ലോ. നാളെ കാണട്ടെ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. സുഭദ്രേ, അവൻ എഴുന്നേറ്റില്ലേ? എന്താ ഇത്? വെളിച്ചാവാറായില്ലോ. ഇതാ ഇവിടെ പതിവ്. ശ്രീകുരം ഒന്ന് എണീക്കുന്നേ, എണീക്കാൻ. ഇനി അമ്മ ഇങ്ങോട്ട് വരും, പിന്നെ കുശാലാവും. എന്താ ഇത്? ഞാനിപ്പ കാപ്പിയിടാം. വർമ്മ സാറുണ്ടോ? ഇല്ലല്ലോ, അവൻ ഓഫീസിലാണല്ലോ. ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടോ? എന്താ പേര്? പ്രദീപ്. എവിടത്തെയാ? അത് ഇവിടെ തന്നെയാ. ആ, അതല്ല, കുട്ടിയുടെ തറവാടും മറ്റു കാര്യങ്ങളൊക്കെയാ ചോദിച്ചത്. ഓ, അത് അമ്മ ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് കേട്ടിട്ടില്ലേ? പിന്നെ പണ്ട് മാർത്താണ്ഡവർമ്മ കോളം തോണ്ടിയ കുടുംബമല്ലേ. പക്ഷേ അതിൽ ബാക്കിയൊന്നും ഇല്ലാന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അല്ല, അതിൽ അവശേഷിച്ച ഒരു കണ്ണിയിൽ പെട്ടതാ ഞങ്ങള്. ഓ, വരൂ. ഓ, അത് കിടന്നോട്ടെ. ഇപ്പൊ അങ്ങനെയൊന്നും നോക്കാനില്ല. അടുക്കളയിൽ വരെ സൂട്ടും പാപ്പാസൂട്ടാ ഓരോരുത്തരും നടക്കണത്. വരും. എന്താ ചെയ്യണത് ഇവിടെ? ഞാൻ പഠിക്കുക. ആ, രാമനെ എങ്ങനെയാ പരിചയം? അത് എനിക്കൊരല്പം സംഗീതത്തിന്റെ അസുഖമുണ്ട്. ആ, അത് ശരി. അവൻ എവിടെ ചെന്നാലും 4 സംഗീതക്കാര് കൂട്ടുകാണും. ഇപ്പോഴും സംഗീതം കലാന്നൊക്കെ വെച്ചാ അവന് ഭ്രാന്ത. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? സുഭദ്രേ, ചായ, കാപ്പി? വേണ്ട, ഞാനതൊന്നും കഴിക്കാറില്ല. കുറച്ച് സംഭാരം കിട്ടിയാൽ മതി. എന്താ ഇത്? ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു മട്ടിൻ രീതി ഒന്നും അല്ലല്ലോ കാണുന്നത്. സുഭദ്രേ. എന്താമേ? നമസ്കാരം. പ്രദീപിന് കുടിക്കാൻ കുറച്ച് സംഭാരം കൊണ്ടുവരും. എനിക്ക് പോലും ഇപ്പൊ കാപ്പിയും ചായ ഒക്കെ ശീലായി. ആരാ ചേച്ചി? പ്രീതയെ പാട്ടുപഠിപ്പിക്കുന്ന പ്രദീപ. സിന്ധുമോളെ ഇത്തവണയെങ്കിലും കാണാലോ എന്ന് കരുതിയാ സത്യത്തിൽ ഞാൻ ഓടിപ്പടഞ്ഞു വന്നത്. ബോംബെയും കൽക്കട്ടയൊക്കെ കഴിഞ്ഞ് നാട്ടിലായില്ലേ. ഇനിയെങ്കിലും കുട്ടിയെ കൂടെ നിർത്തി പഠിപ്പിച്ചൂടെ? അതെ അമ്മേ, പരീക്ഷ കഴിയാണ്ട് അവളെ ഇവിടുന്ന് മാറ്റാനോ ഇവിടെ ചേർക്കാനോ പറ്റില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ആ കന്യാസ്ത്രീകൾ ഒടുവിൽ ആ കുട്ടിയെ മാർഗം കൂട്ടും. ഇല്ലമ്മേ, ഈ പരീക്ഷ കഴിഞ്ഞ് അവളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ, ഞാൻ നാളെ പോവും. അമ്മ എന്തിനാ വയസ്സുകാലത്ത് ഇങ്ങനെ ഓടി നടക്കണേ? 10 ദിവസം തികച്ചൊരിടത്ത് നിന്നൂടെ? അയ്യോ മോനെ, എനിക്ക് പാർവതിയുടെ അങ്ങ് പോണം. അവളുടെ കുട്ടി മറ്റന്നാ പേഷിക്ക് പോവാ. ഓ, അതറിഞ്ഞില്ല. നാണുണ്ടോ നിനക്ക്? നിന്റെ മരുമോളല്ലേ അവള്? അവൻ 4 ചാലും ഇവിടെ വന്നില്ലേ? അവളുടെ കൊച്ചിനെ കാണാനൊന്ന് പോയോ നീയെ? ഞാൻ എപ്പോഴും പറയാറുണ്ടമ്മേ. സമയം കിട്ടണ്ടേ അമ്മേ? ഇനി അവരടുത്ത നാൾ വരുമ്പോ പോവാ. അവന്റെ ഒരു സമയം. രാജ്യം ഭരിക്കുന്ന മന്ത്രിമാര് പോലും പേരക്കിടാവിന്റെ 28-ന് വരെ എത്തണു. പിന്നല്ലേ അമ്മ വളരെ അപ് ടു ഡേറ്റ് ആണ്. ആ, പിന്നെ നിന്നെ കാണാൻ ആ കൊച്ചൻ വന്നിരുന്നു. ഏത് കൊച്ചൻ? എന്താ അവന്റെ പേര്? മറന്നല്ലോ. എന്താ സുഭദ്ര പേര്? പ്രദീപ്. പ്രദീപോ? എടാ, 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബത്തിലേ. ഇന്നത്തെ കാലത്ത് ഇത്രയും വിനയവും ഭവ്യതയും തറവാടിത്വവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ തന്നെ വിഷമാണേ.
അമ്മ മോളുടെ കാര്യം പറഞ്ഞപ്പോ ഒരു വിഷമം. അവളെ കാണണമെന്ന് തോന്നുന്നു. ഏതായാലും പരീക്ഷ കഴിഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണല്ലോ. ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ. അമ്മ ആരും എന്ന കാര്യമാണ് പറഞ്ഞത്? 8 വീട്ടിൽ പിള്ളമാരെന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അന്ന് ആ ഹോട്ടലിൽ പാടിയ പയ്യനില്ലേ പ്രദീപ്, അപ്പുറത്ത് ആ പ്രീതിയെ പഠിപ്പിക്കാൻ പോണ വഴി കയറിയതാ. ആ ആ വേണ്ട. അയ്യോ സാറാണോ? എന്താ സാർ? താനും ആഫീസിലേക്കില്ലേ? നേരായിട്ടില്ല, അതുകൊണ്ട്. എന്നാ വേഗം ഒരു ഡേറ്റ് വരിക. തന്നോട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ സാർ? പേടിക്കണ്ടോ, താൻ വരിക. വാടോ. എന്താ തന്റെ പേര്? ദിലീപ് കുമാർ. ഓ, വലിയ സിനിമ നടന്റെ പേരാണല്ലോ. പാട്ടിലൊക്കെ വാസനയുണ്ടോ? ദിലീപ് കുമാർ സ്കൂളിൽ പോകണ്ടോ? അവൻ നല്ല ദിവസം നോക്കിയിട്ടൊക്കെ പോകാറുള്ളൂ. പഠിച്ചു പഠിച്ച് അച്ഛനെ പോലെ ആവണം കേട്ടോ. ആ, മോൻ വീട്ടിൽ പോയിക്കോ. അങ്ങനെ കേറടോ. പോവാം. എടോ, താനൊരു പൊടി കലാകാരനും നടനും ഒക്കെ ആണെന്നാണല്ലോ കേക്കണത്. അയ്യോ സാറേ, അത് വെറുതെ പറയണതാ. താൻ പേടിക്കണ്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കും ഇതിന്റെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് തനിക്കറിയാലോ. അതറിയാം. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ ഞാൻ ചെന്നതിന് ശേഷമാണ് ഓഫീസിൽ റിക്രിയേഷൻ ക്ലബ്ബ് സംഘടിപ്പിച്ചത്. മാസം തോറും പരിപാടി, പിന്നെ വാർഷികം. നമുക്ക് ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് വേണ്ടേ? സത്യം പറയാമല്ലോ സാറേ, ഞാൻ ഇവിടുത്തെ അറിയപ്പെടുന്ന നാടക നടനാ. പക്ഷെ ഓഫീസിൽ അറിഞ്ഞാ പൊല്ലാപ്പ. ആ കേശവമേനോൻ സാറും മുമ്പത്തെ മാനേജർ സാറും പണി കളയുന്നവരെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഈ 365 ദിവസം പണിയെടുക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിനോദം ഇല്ല വെച്ചാൽ പിന്നെന്ത് ജീവിതം അത്? ഞാൻ എവിടെ ആയാലും സ്റ്റാഫിന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാറേ ഉള്ളൂ. എനിക്കത് കൂടാണ്ട് പറ്റില്ല. ഉദ്യോഗം ഭരിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് ജന്മവാസന വലിച്ചെറിയാൻ പറ്റുമോ? ഇനിയിപ്പോ സാറിനോട് ധൈര്യമായിട്ട് പറയാലോ, ഞാൻ ഓഫീസ് വിട്ട മിക്കവാറും ദിവസം റിഹേഴ്സലിന് പോകും. വർഷത്തിൽ 3-4 നാടകമെങ്കിലും തടയും. അപ്പോ താൻ എന്റെ ഒരു സഹായിയായിട്ട് നിൽക്കുക. നമുക്ക് ഉടനെ സ്റ്റാഫിനെ ഒക്കെ സംഘടിപ്പിച്ച് ഒരു ക്ലബ് ഉണ്ടാക്കണം. എന്താ?